പഞ്ചായത്ത് ഓഫീസ് പൂട്ടി സമരം. വളപട്ടണം പഞ്ചായത്ത് ജീവനക്കാരാണ് സമരത്തിൽ. 2 മാസമായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്നാണ് സമരം. വളപട്ടണം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക പിൻവലിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പഞ്ചായത്തും ബാങ്കും ഭരിക്കുന്നത് UDF ആണ്. രണ്ടു മാസം നമ്മളെ ശമ്പളം കിട്ടാത്തത്. പിന്നെ ഈ നമ്മളെ ഇവിടുത്തെ 2 കോടി രൂപയോളം നമ്മളെ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് നിക്ഷേപിച്ചെന്ന് പറയുന്നു. അപ്പൊ ഞാനിപ്പോ കോർപ്പറേഷൻ വന്ന ആളായത് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബാങ്ക് ലോണ്, പിന്നെ അടവുകൾ, PF പോകേണ്ട പൈസ, പിന്നെ ഇൻഷുറൻസ്, ഇതൊക്കെ എല്ലാം മുടങ്ങി കിടക്കുകയാണ്. ഇപ്പൊ ഇൻഷുറൻസിന്റെ സംഭവം നമുക്ക് സംഭവിച്ചാൽ ഒരു ആനുകൂല്യം കിട്ടൂല. മെഡിസെപ്പ് ഇതെല്ലാം ബ്ലോക്കായി കിടക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഇത് ആരുടെ പറയണ്ടേ? ഈ വേറെയും പറഞ്ഞ കാര്യമില്ലല്ലോ. കാരണം പഞ്ചായത്തിന് ചെയ്ത കേസാണ് ഈ പൈസ കോപ്പറേറ്റീവ് ബാങ്കിലെ കൊണ്ട് നിക്ഷേപിച്ചത്. കോപ്പറേറ്റീവ് ബാങ്കിൽ പൈസ ഇല്ലാന്ന് പറയുന്നു. അപ്പൊ ഇതിന് മുന്നേ ഉണ്ടായി. പിന്നെ ഓണത്തെ സമയത്ത് നമ്മളവിടെ പോയിട്ട് പ്രശ്നമാക്കിയാണ് പൈസ കുറെ ശമ്പളത്തിന് ഓണത്തെ സമയത്ത് കിട്ടിയത്. തുടർച്ചയായി 2 മാസമായി ശമ്പളം കിട്ടാത്തത്. നമുക്ക് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ. ഇന്ന് എല്ലാവരും ഒന്നടങ്കം ലീവ് എടുത്തോണ്ട് ചെയ്തത്. അത് അപ്പൊ എന്റെ ബാക്കി JD കണ്ടിട്ട്. വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, 2 മാസമായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്നാണ് സമരം എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണോ? പ്രതിഭ, പഞ്ചായത്ത് ഓഫീസ് പൂട്ടിക്കൊണ്ടുള്ള അസാധാരണമായ ഒരു സമരമാണ് വളപട്ടണത്ത് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ജീവനക്കാർക്ക് 2 മാസമായി ശമ്പളവും അലവൻസും ഒന്നും ലഭിക്കുന്നില്ല. പഞ്ചായത്തിലെ മുഴുവൻ ജീവനക്കാരും ഇന്ന് പണിമുടക്കുകയാണ്. സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും അടക്കം എല്ലാവരും പ്രതിഷേധിച്ചതോടെയാണ് ഈ പഞ്ചായത്ത് ഓഫീസ് അടഞ്ഞു കിടക്കുന്നത്. ഈ ഡിസംബർ, ജനുവരി മാസങ്ങളിലെ ശമ്പളമാണ് മുടങ്ങിയിട്ടുള്ളത്. ഈ മാസത്തെ കൂടിയാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകും എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഈ ജീവനക്കാരുടെ ശമ്പളവും അലവൻസും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നാണ് സാധാരണ അനുവദിക്കാറുള്ളത്. പഞ്ചായത്ത് ഫണ്ടാകട്ടെ നിക്ഷേപിച്ചിട്ടുള്ളത് വളപട്ടണം സർവീസ് സഹകരണ ബാങ്കിലാണ്. കടുത്ത സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് ഈ വളപട്ടണം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനവും പ്രതിസന്ധിയിലാണ്. ഇതാണ് ഈ പഞ്ചായത്തിൽ ശമ്പളം മുടങ്ങാൻ കാരണമായിട്ടുള്ളത്. ഈ ബാങ്കിൽ നിക്ഷേപിച്ച തുക പിൻവലിക്കാൻ കഴിയാത്ത പ്രശ്നം ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്കൊക്കെ ഈ പഞ്ചായത്ത് നീങ്ങിയിട്ടുമുണ്ട്. ഈ പഞ്ചായത്ത് ഫണ്ട് ഈ ബാങ്കിൽ നിലനിൽക്കുന്നതിനാൽ സർക്കാർ ഈ ഗ്യാപ് ഫണ്ടും അനുവദിക്കുന്നില്ല. സാധാരണ ഇത്തരം പ്രതിസന്ധിയിലായ പഞ്ചായത്തുകളെയൊക്കെ സർക്കാരാണ് ഗ്യാപ് ഫണ്ട് ഒക്കെ നൽകി ഈ ശമ്പളത്തിനുമൊക്കെ സഹായിക്കാറുള്ളത്. പക്ഷേ ഈ സാങ്കേതികമായ ഒരു തടസ്സം പറഞ്ഞുകൊണ്ട് സർക്കാരും ആ വഴിക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ് ഈ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങാൻ വലിയ പ്രതിസന്ധിയിലേക്ക് എത്താൻ കാരണമായത്. കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയാണ് ഇപ്പോൾ വളപട്ടണം സർവീസ് സഹകരണ ബാങ്കിനുള്ളത്. ഈ 2019 ഓവർസീസ് ബാങ്കിൽ നിന്നുള്ള 3 കോടി രൂപ പിൻവലിച്ച് ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് ഈ പഞ്ചായത്തിന്റെ